ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൻ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട. സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിനിയും. തീച്ചുള നിന്നെ മൂടിയെന്നാലും ഭയപ്പെടേണ്ടിനിയും. കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ളം കയ്യിൽ വഹിച്ചിടുമെന്നും. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. കൂട്ടിനായാരും കൂടില്ലെന്നാലും ഭയപ്പെടേണ്ടിനിയും. കൂടെ സഹിപ്പാനാരുമില്ലെന്നാലും ഭയപ്പെടേണ്ടിനിയും. തന്നുള്ളം കയ്യിൽ വരച്ചവൻ നിന്റെ കൂടെ നടക്കും, കൂടെ വസിക്കും. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെല്ലാം പ്രിയപ്പെട്ടവരെ സമയത്ത് അറിയിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43-ാം അധ്യായം 2-ാം വാക്യം. അവിടെ പറയാണ്, നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയത്തില്ല. തീയിലൂടെ നടന്നാൽ വെന്തുപോകുകയില്ല, അഗ്നി ജ്വാല നിന്നെ ദഹിപ്പിക്കത്തില്ല. കർത്താവ് നമ്മോട് കൂടെ. യേശു കർത്താവ് പിതാവിൻ്റെ അടുത്തേക്ക് കടന്നു പോകുമ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് പറയാണ്, ഞാൻ നിന്നെ ഒരു നാളും നിങ്ങളെ കൈവിടത്തില്ല, അനാഥരായി വിടത്തില്ല. കർത്താവ് ഒരിക്കൽ പറഞ്ഞു, മർക്കോസിന്റെ സുവിശേഷത്തിൽ ലാസ്റ്റിൽ പറയാണ്, മത്തായിയുടെ സുവിശേഷം അവസാന അധ്യായങ്ങളിൽ 28-ാം അധ്യായത്തിൽ പറയാൻ, ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. എന്നിട്ട് ആരെയാണ് കൂടെ നിർത്തുക? പരിശുദ്ധാത്മാവിനെ നമ്മുടെ കൂടെ നിർത്തുകയാണ്. എന്നും കൂടെ ഇരിക്കുകയാണ്. ഒരു ദൈവ പൈതലിനെ വഴി നടത്തേണ്ടത് പരിശുദ്ധാത്മാവ് കൂടെ നിൽക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മൾ പോകുന്ന ജീവിത സാഹചര്യങ്ങളിൽ, നമ്മൾ പോകുന്ന പ്രയാസഘട്ടങ്ങളിൽ ഈ കർത്താവ് കൂടെ ഇരിക്കുന്ന മാത്രമല്ല, ആ പ്രയാസഘട്ടങ്ങളിൽ നിന്ന് നമ്മെ വിടുവിക്കും എന്നുറപ്പാണ് ഈ വചനം തരുന്നത്. യേശു കർത്താവ് ഒരിക്കൽ തൻ്റെ ശിഷ്യന്മാരുമായി യാത്ര ചെയ്യുമ്പോൾ, പടകിൽ യാത്ര ചെയ്യുമ്പോൾ വലിയ കാറ്റും കോളും വന്നു. ശിഷ്യന്മാർ കർത്താവിനെ വിളിച്ചുണർത്തി. കർത്താവ് കിടന്നുറങ്ങുകയായിരുന്നു. കർത്താവ് എഴുന്നേറ്റിട്ട് കാറ്റിനെയും കടലിനെയും ശാസിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിനെ രക്ഷകനും കർത്താവും അംഗീകരിച്ച ഒരു വ്യക്തിയാണെന്ന് നിങ്ങളിന്ന് കേൾക്കുന്നെങ്കിൽ, യേശുവിനെ സ്വീകരിച്ചതോടുകൂടെ നിങ്ങൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. എന്താണ് ദൈവരാജ്യം? അത് ഭക്ഷണവുമല്ല, പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. അത് നീതിയുടെ രാജാവായ, സത്യത്തിൻ്റെ രാജാവായ യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് ഞാനും നിങ്ങളും പ്രവേശിച്ചിരിക്കുന്നു. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ തന്നെ ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളായി മാറി. ദൈവരാജ്യത്തിലെ അംഗങ്ങളായി തീർന്ന ഓരോരുത്തരോടും ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്, നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിൻ്റെ കൂടെ ഇരിക്കും. നീ നദികളിൽ കൂടെ കടക്കുമ്പോൾ അവ നിൻ്റെ മീതെ കവിയത്തില്ല. നീ തീയിലൂടെ നടന്നാൽ വെന്തു പോകയില്ല, അഗ്നി ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഇവിടെ 43-ാം അധ്യായത്തിൽ, ഈ 43-ാം അധ്യായത്തിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത്, ബാബേലിൽ പ്രവാസികളായി അടിമത്തത്തിൽ ഇസ്രായേൽ ജനം കഴിയുമ്പോൾ, അടിമത്തത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ കഴിയാതെ, തങ്ങളുടെ ദൈവത്തെ ആരാധിക്കാൻ കഴിയാതെ, അവർ വലിയ നിരാശയുടെ ഘട്ടത്തിൽ ജീവിതം അവസാനിക്കും എന്നൊക്കെ നിരാശയിലിരിക്കുമ്പോൾ, ഭാരത്തിലിരിക്കുമ്പോൾ, ദൈവം തൻ്റെ പ്രവാചകനെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ആ സ്ഥലത്ത് അയച്ച് ദൂത് നൽകുകയാണ്. 40-ാം അധ്യായം തുടങ്ങുമ്പോൾ ഇങ്ങനെ, എൻ്റെ ജനത്തെ ആശ്വസിപ്പീൻ എന്ന് നിങ്ങളുടെ ദൈവം അരുളിച്ചെയ്യുന്നു.
ഈ ബൈബിള് മൊത്തം ഒരു ബുക്ക് ഓഫ് കംഫർട്ടാണ്. അപ്പോൾ തന്നെ യെശയ്യാപ്രവാചനം 40-ാം അധ്യായം മുതൽ പ്രത്യേകിച്ച് ഇത് ആശ്വാസത്തിൻ്റെ സന്ദേശമാണ്, ആശ്വാസത്തിൻ്റെ ഗീതമാണ്, ബുക്ക് ഓഫ് കംഫർട്ടാണ്. ഇവിടെ പറയുകയാണ്, ഇപ്പോഴും യാക്കോബേ നിന്നെ സൃഷ്ടിച്ചവനും. യാക്കോബ് എന്നുള്ള പേര് തന്നെയാണ് ഇസ്രായേൽ, പിന്നെ ഇസ്രായേലാകുന്നത്. യാക്കോബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചതിയൻ എന്നാ പേരിൻ്റെ അർത്ഥം. നിന്നെ സൃഷ്ടിച്ചവൻ. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ജയിക്കുന്നവൻ, നിർമ്മിച്ചവനുമായ. അപ്പം യാക്കോബ് ചതിയനായിരുന്നെങ്കിൽ യശൂരമേ എന്ന് വിളിക്കുന്നുണ്ട്, നേരുള്ളവൻ എന്നതിൻ്റെ അർത്ഥം. എന്നിട്ട് ആളെ ദൈവം എന്തായി? ഇസ്രായേലാക്കി മാറ്റുകയാണ്. ഇസ്രായേൽ എന്ന് പറഞ്ഞാലാണ് ജയിക്കുന്ന ആളാക്കി മാറ്റുകയാണ്. എന്നിട്ട് പറയണം, നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. എന്താണ് ദൈവം അരുളി ചെയ്യുന്നത്? ഭയപ്പെടേണ്ട. ഈ ഒരു വാക്ക് ബൈബിളിൽ 365 പ്രാവശ്യം പറഞ്ഞിരിക്കുകയാണ്, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഓരോ ദിനവും നമ്മൾ ഭയപ്പെടുത്താവുന്ന ഒത്തിരി ജീവിത സാഹചര്യങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വരും. അപ്പോൾ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. എന്നിട്ട് പറയണം, ഭയപ്പെടേണ്ട കാര്യം എന്താ? ഞാനാണ് നിന്നെ വീണ്ടെടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് വീണ്ടെടുത്തിരിക്കുന്നത്? പൊന്നോ വെള്ളിയോ അങ്ങനെയുള്ള വസ്തുക്കളെ കൊണ്ടല്ല, നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ എന്നെയും നിങ്ങളെയും ദൈവം വീണ്ടെടുത്തിരിക്കുന്നു. ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. കർത്താവ് ഒരു ഓമന പേര് ചൊല്ലി നമ്മെ വിളിക്കുന്നു. എന്നിട്ട് പറയാം, നീ എനിക്കുള്ളവൻ തന്നെയാണ്. ഒരു ഉറപ്പ് പറയാണ്, നീ എൻ്റേതാണ്, നീ എനിക്കുള്ളവനാണ്. എന്നിട്ടാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്, നീ വെള്ളത്തിലൂടെ കടക്കുമ്പോൾ ഞാൻ നിൻ്റെ കൂടെ ഇരിക്കും. നീ നദികളിൽ കൂടെ കടക്കുമ്പോൾ അവ നിൻ്റെ മീതെ കവിയേയില്ല. നീ തീയിലൂടെ നടന്നാൽ വെന്ത് പോവുകയുമില്ല. അഗ്നി ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. നിൻ്റെ ദൈവവും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിൻ്റെ രക്ഷകൻ. ഞാനാണ് നിൻ്റെ രക്ഷകൻ. ഞാൻ നിനക്ക് രക്ഷയായി മാറിയിരിക്കുകയാണ്. ആരാണ് രക്ഷകൻ? മത്തായി എന്ന സുവിശേഷൻ പറയുകയാണ്, മുഴുവൻ ലോകത്തെയും യേശു ക്രിസ്തു പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് അവൻ യേശു എന്ന് പേർ വിളിക്കും. യേശു എന്ന് പറഞ്ഞാൽ രക്ഷകൻ. യേശുവിനെ നമുക്ക് സ്വീകരിക്കാം, ആ രക്ഷയിലേക്ക് കടന്നു വരാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ തുറക്കട്ടെ. യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ നാം പിന്നെ ദൈവം നമ്മെ പറയുന്ന വചനങ്ങളാണ് നാം ഇന്ന് കേട്ടത്. നീ തീയിലൂടെ പോയാൽ, നീ നദികളിലൂടെ പോയാൽ എങ്ങനെയായിരിക്കും നിൻ്റെ ജീവിത സാഹചര്യം? കർത്താവ് കൂടെ ഇരിക്കും. ലോകാവസാനത്തോളം എല്ലാ നാളും യേശു കൂടെ ഇരിക്കും. പ്രാർത്ഥിക്കാം. പിതാവെ, പ്രാർത്ഥിക്കുന്നു എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവെ, ഇവരുടെ ജീവിത സാഹചര്യങ്ങൾ വെള്ളത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ, ഇവർ നദികളിലൂടെ കടന്നു പോകുമ്പോൾ, കർത്താവ് തീയിലൂടെ കടന്നുപോയാൽ വെന്തുപോകാതെ അഗ്നിജ്വാലയ്ക്ക് ഇവരെ തൊടാൻ കഴിയാതുപോലെ കർത്താവ് ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനായി സ്തോത്രം. കർത്താവ് കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവ് എന്നിവർ കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം. കർത്താവിനെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാടൻ യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൻ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്.